Slosach avun tehviren Shurama bestosa Slosach tehvi seinakasiya. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു. അത് അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്കും കഴുത്തിൽ നിന്ന് അങ്കിയുടെ പട്ട വഴി ഒഴുകുന്ന അഭിഷേക തൈലം പോലെയാണത്. ഹെർമോൻ മലയിൽ പെയ്തു വീഴുന്ന തുഷാരം പോലെ അത് സുന്ദരമാണ്. വാസ്തവത്തിൽ പൗരോഹിത്യത്തിൻ്റെ ഈ അഭിഷേക തൈലമാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്ന വിശുദ്ധമലയായ ഹെർമോനിൽ പെയ്യുന്ന മഞ്ഞുപോലെ മനോഹരമാണ്. അവിടെ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നു. അഭിഷേകം ആത്യന്തികമായി കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന വലിയ ഓർമ്മപ്പെടുത്തൽ ഈ ഒരു ശുശ്രൂഷയിലൂടെ നാം ധ്യാനിക്കേണ്ടതുണ്ട്. കർത്താവ് നമ്മെ അഭിഷേകം ചെയ്തത് കൂട്ടായ്മയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. മൂറോൻ കൂദാശ കർമ്മം തിരുസഭയുടെ ഏകത്വമാണ് പ്രഘോഷിക്കുന്നത് എന്ന സത്യം ഓർക്കുക. ആമുഖത്തിൽ ബഹുമാനപ്പെട്ട ബിജുവച്ചൻ പറഞ്ഞതുപോലെ നാം ആരും ഒറ്റയ്ക്ക് ശുശ്രൂഷ ചെയ്താൽ അത് മിശിഹായുടെ സഭയുടെ ശുശ്രൂഷയാവില്ല. തിരുസഭയുടെ ശുശ്രൂഷ എന്നത് കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. കൂട്ടായ്മയിൽ ചെയ്താൽ മാത്രമേ അത് സഭാ ശുശ്രൂഷയാവുകയുള്ളൂ. പ്രിയപ്പെട്ട വൈദിക സഹോദരന്മാരെ, നാം എല്ലാവരും ഒരേ തൈലം കൊണ്ട് എല്ലാ മക്കൾക്കും മാമോദീസ നൽകുമ്പോൾ അത് തിരുസഭയുടെ ഏകത്വത്തിൻ്റെ പ്രഘോഷണമാണ്. വൈദിക ഗണവും രൂപതാധ്യക്ഷനും ഒരുമിച്ച് ചേർന്ന് കൂദാശ ചെയ്ത മൂറോൻ തൈലം ഉപയോഗിച്ച് നാം ഈ അതിരൂപതയിലെ എല്ലാ ശുശ്രൂഷകളും നിറവേറ്റുമ്പോൾ നാം അറിയാതെ പ്രഘോഷിക്കുന്നത് ഈ ഒരു വലിയ സത്യമാണ്. അറിഞ്ഞുകൊണ്ട് നാം പ്രാവർത്തികമാക്കുന്നതും ഈ സത്യമാണ്. നമ്മുടെ പൗരോഹിത്യം കൂട്ടായ്മയുടെ പൗരോഹിത്യമാണ്. തിരുസഭ ഏകമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് നാം ഇവിടെ പ്രഘോഷിക്കുന്നത് എന്ന സത്യം ഓർക്കുക. അപ്രകാരം ഈ ഏകത്വത്തിൻ്റെ ശുശ്രൂഷയാണ് വാസ്തവത്തിൽ ഈ മൂറോൻ തൈലത്തിൻ്റെ അഭിഷേക കർമ്മം എന്ന് നമുക്ക് തിരിച്ചറിയാം. തലശ്ശേരി അതിരൂപതയിൽ മൂറോൻ തൈലത്തിന്റെ ആശീർവാദ കർമ്മം നടന്നു. സഭയിലെ പ്രധാനപ്പെട്ട എല്ലാ കൂദാശകളിലും ഉപയോഗിക്കുന്ന തൈലമായ മൂറോൻ തൈലത്തിന്റെ ആശീർവാദ കർമ്മം തലശ്ശേരി അതിരൂപതയിൽ 250ഓളം വൈദികരുടെ സാന്നിധ്യത്തിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നിർവഹിച്ചു. കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ് പൗരോഹിത്യം. അതുകൊണ്ട് തന്നെ അത് കൂട്ടായ്മയോട് ചേർന്ന് നിന്നാൽ മാത്രമേ ശുശ്രൂഷയാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. പോൾ ആറാമൻ മാർപ്പാപ്പയാണ് മൂറോൻ കർമ്മം വിശുദ്ധവാര ശുശ്രൂഷകളുടെ ഭാഗമാക്കി മാറ്റിയത്. അതിൽ നിന്ന് തന്നെ സഭയുടെ ഏറ്റവും വിശുദ്ധമായ കർമ്മമാണ് ഇതെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണമെന്നും ബിഷപ്പ് ഉദ്ബോധിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് തലശ്ശേരി അതിരൂപതയിലെ വൈദികര് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവിൻ്റെ ഒപ്പം വിശുദ്ധ മൂറോൻ വെഞ്ചിരിപ്പ് കർമ്മം നടത്തുകയാണ്. ഒപ്പം വൈദിക സമ്മേളനവുമാണ്. ആലക്കോട് സെൻറ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ വെച്ചാണ് നടക്കുന്നത്. എല്ലാ വർഷവും വിശുദ്ധ വാരത്തിൽ ഓശാന ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന ദിവസമാണ് തലശ്ശേരിയിലെ വിശുദ്ധ മൂറോൻ വെഞ്ചിരിപ്പ് നടത്തുന്നത്. തലശ്ശേരി അതിരൂപതയിൽ 383 വൈദികരാണുള്ളത്. രൂപതകൾ ഇടവകൾ ജോലി ചെയ്യുന്ന അച്ഛന്മാരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം അഭിവന്ദ്യ ജോർജ് ഞർലക്കാട്ട് പിതാവുമുണ്ട്. വലിയ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെ അവസരമാണിത്. പൗരോഹിത്യ ശുശ്രൂഷയുടെ കൂട്ടായ്മയാണ്. ഒരുമിച്ച് രൂപതാധ്യക്ഷൻ്റെ ഒപ്പം വിശുദ്ധ കൂദാശകൾ പരികർമ്മം ചെയ്യേണ്ട വിശുദ്ധ തൈലം വെഞ്ചരിക്കുന്ന ഈ കർമ്മം ആഘോഷമായ പ്രദർശനത്തോടെ വിശുദ്ധ കുർബാന ആരംഭിച്ച് തുടർന്നാണ് അതിൻ്റെ ചടങ്ങുകൾ നടക്കുന്നത്. തലശ്ശേരി അതിരൂപത വൈദികരെല്ലാം എത്തിച്ചേർന്ന വലിയ സന്തോഷത്തിൻ്റെ അവസരമാണിത്. മൂറോൻ വെഞ്ചരിപ്പിന് ശേഷം ബഹുമാനപ്പെട്ട വൈദികരുടെ സമ്മേളനം ചേരും. അപ്പോൾ ഈ സമയത്ത് തന്നെ അച്ഛന്മാരുടെ കുമ്പസാരവും ആത്മീയ ഒരുക്കങ്ങളും നടക്കുകയാണ്. ദൈവജനം, പ്രത്യേകിച്ച് ആലക്കോട് ഇടവകയിലെ ആളുകളും ഇതിൽ പങ്കുചേരുന്നുണ്ട്. വലിയ സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും അവസരമാണിത്.
വിശുദ്ധ